ഗ്രേഡ് 6ന്റെ പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1ന്റെ റിമൈനിങ് പോർഷൻ ആണ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് പോർഷൻ, ക്യാൻ യു ഫൈൻഡ് എ സിമിലർ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് വന്നിരിക്കുന്നത് എത്ര റോസ് ഉണ്ടെന്ന് എത്ര ഡോട്ട് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഒരു റോയിൽ എത്ര ഡോട്ട് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. ഒരു റോയിൽ 6 ഡോട്ടാണുള്ളത്. അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കോളത്തിൽ 6 ഡോട്ടാണുള്ളത്. അപ്പോൾ ടോട്ടൽ 6 × 6 എന്ന് പറയുമ്പോൾ 36 ആണ് വരുന്നത്. ഇത് നമുക്കിടെ സ്ക്വയറിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. Can you find a similar pictorial explanation for why adding counting numbers up and down 1, 1 plus 2 plus 1, 1 plus 2 plus 3 plus 2 plus 1 gives square number. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇപ്പം ഇതിൻ്റെ തന്നെ സിമിലർ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൗണ്ടിങ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ആദ്യം 1, പിന്നെ വരുമ്പോൾ 1 + 2 + 1 ഒന്ന് കൂടും ഒന്ന് കുറയുക, അങ്ങനെ എഴുതുന്നു ഓരോ രീതിയിൽ പോകുമ്പോൾ. അപ്പോൾ ആദ്യം 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഡോട്ട് മാത്രമേ കാണുള്ളൂ. പിന്നത്തെ ആദ്യത്തെ റോയിൽ ഒരു ഡോട്ട്, പിന്നത്തേൽ 2 ഡോട്ട്, പിന്നത്തേൽ ഒരു ഡോട്ട്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ എത്ര വരും? 1 + 2 + 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 4 അല്ലേ കിട്ടണേ. ആഡ് ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ നമ്പർ അല്ലേ വരുന്നത്. ആദ്യം 1 സ്ക്വയർ എന്ന് പറയണ 1 തന്നെ കിട്ടി. പിന്നെ 2 സ്ക്വയർ എന്ന് പറയണ 4 കിട്ടി. പിന്നെ നോക്കിക്കേ 1 2 3 ആഡ് ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഡൗൺ പോവുക, പിന്നെ ബാക്ക്വേർഡ് പോവുകയാണ് ചെയ്യണത്. 2 + 1. ആദ്യം ഒരു ഡോട്ട്, പിന്നത്തേൽ 2 ഡോട്ട്, പിന്നത്തേൽ 3 ഡോട്ട്, പിന്നത്തേൽ 2 ഡോട്ട്, പിന്നത്തേൽ ഒരു ഡോട്ട്. ആദ്യം കൂടി പിന്നെ കുറഞ്ഞു. അതുപോലെ തന്നെ അടുത്തേൽ വരുമ്പോൾ 1 + 2 + 3 + 4, പിന്നെ ബാക്ക്വേർഡ് വരിക 3 + 2 + 1. ഇത് വരുമ്പോൾ 3 സ്ക്വയർ എന്ന് പറയണ 9 കിട്ടും. ഇവിടത്തേൽ 4 സ്ക്വയർ എന്ന് പറയണ 16 കിട്ടും. അപ്പോൾ ഇതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എഴുതി. അതുപോലെ തന്നെ കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏതാ കിട്ടണത്? സ്ക്വയർ നമ്പേഴ്സ് തന്നെയാണ് കിട്ടണത്. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബൈ ഇമാജിനിങ് എ ലാർജ് വേർഷൻ ഓഫ് യുവർ പിക്ചർ ഓർ ഡ്രോയിങ് ഇറ്റ് പാർഷ്യലി ആസ് നീഡഡ് ക്യാൻ യു സീ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ്. ഇങ്ങനെ ഈ പോർഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ് തന്നെ? 1 + 2 + 3 അങ്ങനെ പോയി 99 + 100. ഇവിടെ 100ൽ ഈ സംഭവം നിൽക്കുകയാണ്. എന്നിട്ട് അത് ഡൗൺ ആണ് പോയേക്കണേ. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് ആദ്യം 2 വരെ എത്തി. 2ൽ നിന്നാണ് ഡൗൺവേർഡ് പോയത്. എവിടം വരെയാണോ എത്തുന്നത് അതിൻ്റെ സ്ക്വയർ ആണ് എടുക്കണേ. ഇവിടെയും 1 2 3 വരെ പോയി. അത് കഴിഞ്ഞിട്ട് ഡൗൺവേർഡ് ആണ് വന്നേക്കണേ. അപ്പോൾ ഇവിടെ ഏതിൻ്റെ സ്ക്വയർ എടുത്തേക്കണേ? 3യുടെ സ്ക്വയർ എടുത്തേക്കണേ. ഇതും പോയേക്കണേ എവിടം വരെയാ? 4 വരെയാണ് പോയേക്കണത്. കൗണ്ടിങ് അപ്പ് ടു 4 ആണ്. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എന്ന് പറയണ 16 കിട്ടി. ഇവിടെ നോക്കിക്കേ, കൗണ്ടിങ് അപ്പ് ടു എവിടം വരെയാണ് പോയേക്കണം? 100 വരെയാണ് പോയേക്കണത്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? 100ൻ്റെ സ്ക്വയർ എടുക്കണം. 100ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സീറോസും വീണ്ടും 2 സീറോസും കൂടിയാണ് വരുന്നത്. അപ്പോൾ ആൻസർ എത്ര വരും? 10,000 ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. കൗണ്ടിങ് അപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അത് താഴോട്ടേക്ക് വരിക ചെയ്യും. Third question, which sequence do you get when you start to add all one sequence up? What sequence do you get when you add the all one sequence up and down? എല്ലാം 1ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അത് അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു, അങ്ങനെ വരുമ്പോഴും എത്രയാണ് ആൻസർ കിട്ടണമെന്ന് നോക്കും. അപ്പോൾ ആദ്യം 1 എഴുതുമ്പോൾ 1, 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 2, പിന്നെ ഡൗൺ വന്നാലും എല്ലാത്തിലും 1 തന്നെയാണ് വരുന്നത്. 3 വർഷം 1 ആഡ് ചെയ്യുമ്പോൾ 3, പിന്നെ വരുമ്പോൾ 4. അപ്പോൾ ഓരോ തവണ അപ്പ് ആൻഡ് ഡൗൺ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ്? ആ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. വെൻ വി ആഡ് ഓൾ വൺ സീക്വൻസ് അപ്പ് ആൻഡ് ഡൗൺ വി ഗെറ്റ് ദ കൗണ്ടിങ് നമ്പേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് ടൈംസ് 1 ഒക്കർ. എത്ര പ്രാവശ്യമാണോ 1 വരുന്നത് അത്രയും പ്രാവശ്യമായിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കൗണ്ടിങ് നമ്പേഴ്സ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 1 4 ടൈംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ 4 കിട്ടും. 3 ടൈംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ 3 കിട്ടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, which sequence do you get when you start to add the counting numbers up? Can you give a smaller pictorial explanation? ഇപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ് ആദ്യം 1 ആഡ് ചെയ്തു, പിന്നെ 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്തു, പിന്നെ 1ൻ്റെ കൂടെ 3 ആഡ് ചെയ്തു. ഡൗൺ വരുന്നില്ല. ഡൗൺ വന്നെങ്കിൽ അതെന്ത് വരും? കുറഞ്ഞു. ഇപ്പോൾ 1 2 പിന്നെ വന്ന് 1 വരുവാണെങ്കിൽ അതാണ് കൗണ്ടിങ് ഡൗൺ ആണ് വന്നത്. കൗണ്ടിങ് അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്പേഴ്സ് ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആദ്യം 1 വന്നു, പിന്നെ 1ഉം 2ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. പിന്നെ നമ്മൾ 1ഉം 2ഉം 3ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. 1ഉം 2ഉം 3ഉം 4ഉം ആഡ് ചെയ്തപ്പോൾ 10 കിട്ടി. 1ഉം 2ഉം 3ഉം 4ഉം 5ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15 കിട്ടി.
ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ആദ്യം 1 വരും, പിന്നെ 3 വരും, പിന്നെ 6 വരും, പിന്നെ 1 2 3, പിന്നെ 10 വരും. അങ്ങനെയല്ലേ ആദ്യം ഓർണം. ട്രയാങ്കുലർ ഫോമില് ഇവിടെ 1ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 3യുടെ 1ഉം 2ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അല്ലെങ്കിൽ 3 + 3 ചെയ്യുമ്പോൾ 6 കിട്ടും. പിന്നെ 6 + 4 ചെയ്യുമ്പോൾ 10 കിട്ടും. 10 + 5 ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നെ. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ യു ആഡ് എ പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ്? നമുക്കിടെ ട്രയാങ്കുലർ നമ്പേഴ്സ് ഏതാ തന്നെ? 1 3 6 10 15. ഇവിടുത്തെ ഈ കോൺസിക്യൂട്ടീവ് തൊട്ടടുത്ത് കിടക്കുന്ന, കോൺസിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പേഴ്സ്, ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 + 3 ആഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ 3 + 6, 6 + 10, 10 + 15. അത് ആഡ് ചെയ്യുമ്പോൾ ഏത് ഇതാണ് കിട്ടുന്നത്? വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ഇതിൽ നിന്ന് കിട്ടുന്ന സീക്വൻസ് ഏതാണ്? വൈ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എ പിക്ചർ? പിക്ചർ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വെൻ വി ആഡ് എ പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് വി ഗെറ്റ് എ സ്ക്വയർ നമ്പർ. 1ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 4 എന്ന് പറയുന്ന ഒരു സ്ക്വയർ നമ്പർ ആണ്. അത് ആർക്കിടെ സ്ക്വയർ ആണ്? 2 സ്ക്വയർ ആണ് വന്നത്. ഇനി അടുത്ത കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പർ എന്ന് പറയുന്നത് 3ഉം 6ഉം ആണ്. 3ഉം 6ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9. അടുത്ത ട്രയാങ്കുലർ നമ്പർ കിട്ടി, അല്ല അടുത്ത സ്ക്വയർ നമ്പർ കിട്ടി 3 സ്ക്വയർ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? 6ഉം 10ഉം ആഡ് ചെയ്യുക. 6ഉം 10ഉം ആഡ് ചെയ്തപ്പോൾ 16 കിട്ടി. 16 എന്ന് പറയുന്നത് എത്രയാണ് വന്നത്? 4 സ്ക്വയർ. പിന്നെ അടുത്തത് 10ഉം 15ഉം ആഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. 25 എന്ന് പറയുന്നത് ഏതാണ്? 5 സ്ക്വയർ. അപ്പം തൊട്ടടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. 4 9 16 25 is the sequence of the square numbers. ഇത് ഏതിന്റെ സ്ക്വയർ ആണ്? 2 സ്ക്വയർ, 3 സ്ക്വയർ, അതുപോലെ തന്നെ 4 സ്ക്വയർ, 5 സ്ക്വയർ, അങ്ങനത്തെയാണ് വന്നത്. When we add two consecutive triangular number, the result is a square number because we are effectively completing a square shape. ഓരോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് ആണ് കിട്ടുന്നത്. The smaller triangular number fits perfectly into the gap created by the larger triangular number, forming a complete square. ഇവിടെ സ്ക്വയർ ഉണ്ടോ? 1 സ്ക്വയർ, പിന്നെ വരുന്നത് 4, പിന്നെ 9, പിന്നെ 16. അവിടുത്തെ ട്രയാങ്കുലർ നമ്പർ എന്ന് പറയുമ്പോൾ 1 6, 1 3 6 10, 1ഉം 3ഉം. ഈ 1 ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിന്റെ കൂടെ ഒന്ന് ചേരുമ്പോൾ എത്രയായി? നമുക്കൊരു സ്ക്വയർ നമ്പറായി. പിന്നെ ഇവിടെ 6 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6. ഇതിന്റെ കൂടെ ഒരു 3 നമ്പേഴ്സും കൂടി തൊട്ടടുത്ത് കിടക്കുന്ന ഈ 3 എണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ 3 എണ്ണോ പിന്നത്തെ ബാക്കിയത്തെ 6 എണ്ണം കൂടി കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അടുത്ത സ്ക്വയർ നമ്പർ ആയ 9 കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ വെൻ യു സ്റ്റാർട്ട് ടു ആഡ് അപ്പ് ദ പവേഴ്സ് ഓഫ് 2 സ്റ്റാർട്ടിംഗ് വിത്ത് 1? 2ന്റെ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2⁻1, 2⁻2, 2⁻3. ഇങ്ങനെ വരുന്ന പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ടേക്ക് 1, ആദ്യത്തെ 1 എടുക്കുക. പിന്നെ 1 + 2, 1 + 2 എന്ന് പറയുമ്പോൾ 2ന്റെ പവർ 1. പിന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ 2ന്റെ പവർ 2, അടുത്തതിൽ വരുമ്പോൾ 2ന്റെ പവർ 3. ഓരോ 2ന്റെ പവേഴ്സ് ആഡ് ചെയ്യുന്നു. ആദ്യം 1 എടുക്കുന്നു, പിന്നെ 2ന്റെ പവർ 1 ആഡ് ചെയ്യുന്നു, പിന്നെ 2ന്റെ പവർ 1ഉം 2ന്റെ പവർ 2ഉം ആഡ് ചെയ്യുന്നു. നൗ ആഡ് 1 ടു ഈച്ച് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ കിട്ടുന്ന ആൻസറിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അപ്പൊ ഓൺ ആഡിങ് പവേഴ്സ് ടു സ്റ്റാർട്ടിങ് വിത്ത് 1 ആസ് 1 1 + 2. അപ്പൊ നമ്മളൊന്ന് എഴുതി വെക്കാം. ആദ്യം 1 എഴുതി, പിന്നെ 2ന്റെ പവർ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ? 3 കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത 2ന്റെ പവർ ആഡ് ചെയ്യുക. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ് വരുന്നത്. അപ്പൊ 4 + 2 6, 6 + 1 7 കിട്ടി. പിന്നെ നമ്മൾ 1 2 4 8 എന്ന് പറയുമ്പോൾ ഏതാണ്? 2 ക്യൂബാണ് വരുന്നത്. അത് വരുമ്പോൾ 15 കിട്ടി. ഇനി എന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ നമ്പേഴ്സിന്റെ കൂടെ 1 ആഡ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഈ നമ്പേഴ്സിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആദ്യത്തെ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. പിന്നത്തെ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. 2 കിട്ടി, 4 കിട്ടി. പിന്നെ 7ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടി. 15ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16 കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? പവർ ഓഫ് 2 തന്നെയാണ് കിട്ടണേ. ഇവിടെ വരുമ്പോൾ 2⁻1, ഇവിടെ വരുമ്പോൾ 2⁻2, പിന്നെ 2⁻3, പിന്നെ വരുമ്പോൾ 2⁻4.
നമ്മൾ ഈ കിട്ടുന്ന ആൻസറിന്റെ കൂടെ പവേഴ്സ് എല്ലാം ആഡ് ചെയ്തതിന്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 തന്നെയാണ് കിട്ടുന്നത്. അടുത്തത് വാട്ട് ഹാപ്പൻ വെൻ യു മൾട്ടിപ്ലൈ ദ ട്രയാങ്കുലർ നമ്പർ ബൈ 6 ആൻഡ് ആഡ് 1. ട്രയാങ്കുലർ നമ്പറിന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? വിച്ച് സീക്വൻസ് ഡു യു ഗെറ്റ്? ഏത് സീക്വൻസ് ആണ് കിട്ടുന്നത്? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എ പിക്ചർ? അപ്പം നമുക്ക് ആദ്യം നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് എഴുതി വെക്കാം. ഫസ്റ്റ് ട്രയാങ്കുലർ നമ്പർ 1, അത് കഴിഞ്ഞിട്ടുള്ള ട്രയാങ്കുലർ നമ്പർ 3, പിന്നെ വരുന്നത് 6, പിന്നത്തെ വരുന്ന 10, പിന്നത്തെ വരുന്നത് 15. ഇങ്ങനെയാണ് ട്രയാങ്കുലർ നമ്പേഴ്സ് പോകുന്നത്. ഈ ട്രയാങ്കുലർ നമ്പറിന്റെ കൂടെ അതിന്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? ആദ്യം 6 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6 into 1 ചെയ്തിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? 1 ആഡ് ചെയ്യണം. അപ്പൊ 1 into 6 എന്ന് പറയുമ്പോൾ 6, 6 plus 1 എന്ന് പറയുമ്പോൾ 7 കിട്ടും. പിന്നെ അടുത്തത് നോക്കിക്കേ, ഇതുപോലെ തന്നെ അടുത്ത ട്രയാങ്കുലർ നമ്പർ 3 ആണ്. 3യുടെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്യുമ്പോൾ 19 കിട്ടും. അടുത്ത ട്രയാങ്കുലർ നമ്പർ 6 ആണ് വരുന്നത്. 6ന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 37 കിട്ടും. ഈ സീക്വൻസ് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ്? ഹെക്സഗണൽ നമ്പർ സീക്വൻസ് ആണ്. ഇത് നമ്മുടെ ഹെക്സഗണൽ നമ്പർ സീക്വൻസ്. ഹെക്സഗൺ നമ്പർ സീക്വൻസിന്റെ പ്രത്യേകത 7, 19, 37 ഹെക്സഗൺ ഷേപ്പിലായിരിക്കും വന്നത്. അപ്പൊ ഇത് കണ്ടോ, ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 സൈഡഡ് ഫിഗർ ആയിരിക്കും വരുന്നത്. ആദ്യത്തേല് 7 ഇത് 1, 2, 3, 4, 5, 6, 7. പിന്നത്തെ ഹെക്സഗണൽ ഷേപ്പ് 19 വന്നു. പിന്നത്തെ ഹെക്സഗണൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ എത്ര വരും? 37 വരും. ആദ്യം 7 വരും, പിന്നെ 19 വരും, പിന്നെ 37 വരും. ഈ ഷേപ്പിലായിരിക്കും പോണത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. What happened when you start to add up hexagonal numbers 1, 1 plus 7, 1 plus 7 plus 19, 1 plus 7 plus 19, etc. plus 37. ഈ ഹെക്സഗണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണം? നമ്മുടെ ഹെക്സഗണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 7, 19, 37. ഇതാണ് നമ്മുടെ ഹെക്സഗണൽ നമ്പേഴ്സ്. ഈ ഹെക്സഗണൽ നമ്പേഴ്സിന്റെ കൂടെ കോൺസിക്യൂട്ടീവ് ഹെക്സഗണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടണമെന്ന്? ആദ്യം 1 എടുത്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 1ഉം 7ഉം ആഡ് ചെയ്യുന്നു, പിന്നെ 1ഉം 7ഉം 19ഉം ആഡ് ചെയ്യുന്നു, പിന്നെ 1ഉം 7ഉം 19ഉം 37ഉം ആഡ് ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏത് സീക്വൻസ് ആണ് കിട്ടുന്നത്? പിക്ചർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം 1ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും, പിന്നെ 1ഉം 7ഉം 19ഉം ആഡ് ചെയ്യുമ്പോൾ 27 കിട്ടും, പിന്നെ 1ഉം 7ഉം 19ഉം 37ഉം ആഡ് ചെയ്യുമ്പോൾ 64 കിട്ടും, പിന്നത്തെ 61 ആഡ് ചെയ്യുമ്പോൾ 125 കിട്ടും. ഇത് നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ്. ഹെക്സഗണൽ നമ്പേഴ്സ് നിയർ ബൈ കോൺസിക്യൂട്ടീവ് ഹെക്സഗണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സീക്വൻസ് ഓഫ് ക്യൂബ്സ് ആണ്. ക്യൂബുകളുടെ ഒരു സീക്വൻസ് ആണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതാണ് അതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. ആദ്യം ഒരു ക്യൂബ്, പിന്നെ 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ക്യൂബുകൾ 1 സെന്റിമീറ്ററിന്റെ അറേഞ്ച് ചെയ്യണം, പിന്നെ 27, പിന്നെ 64, പിന്നെ 125. ഇതായിരിക്കും അതിന്റെ ഫിഗർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find your own patterns or relations in and among the sequence in table 1. Can you explain why they happen with a picture or otherwise? ഇതിൻ്റെ അകത്ത് നമ്മുടെ ടേബിൾ 1 കൊടുത്തിരിക്കുന്നത് ഇങ്ങനത്തെയാണ്. ആദ്യത്തെ 1 എല്ലാ എസ്, പിന്നെ കൗണ്ടിങ് നമ്പേഴ്സ്, പിന്നെ ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ട്രയാങ്കുലർ നമ്പേഴ്സ്, സ്ക്വയർ നമ്പേഴ്സ്, ക്യൂബ്, വിരഹാങ്ക നമ്പേഴ്സ്, പവർ ഓഫ് 2, പവർ ഓഫ് 3, അതൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഓൺ ആഡിങ് കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ് ആൻഡ് ടേൺ ഡൗൺ, ഇതിൽ ഈ നമ്പേഴ്സ് ഏതെങ്കിലും പരസ്പരമുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പ് ആൻഡ് ഡൗൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. 1, അത് കഴിഞ്ഞിട്ട് 2, പിന്നെ 1, പിന്നെ 1, 2, 3 അപ്പ് പോയിട്ട് പിന്നെ താഴോട്ടേക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എല്ലാം നോക്കിക്കുക, സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും തന്നെ. 1 സ്ക്വയർ, പിന്നെ വരുന്നത് 2 സ്ക്വയർ, പിന്നെ വരുന്നത് 3 സ്ക്വയർ, പിന്നെ 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ. അപ്പൊ നമുക്കിടെ കൗണ്ടിങ് നമ്പേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൽ തന്നെയുള്ള വേറൊരു സീക്വൻസ് ആയ സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ കൂടെ കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. പിന്നെ വേറെ ഒരു പാറ്റേൺ ആണ് ഇങ്ങനത്തെ പാറ്റേൺ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ആ 2 പാറ്റേൺ നോക്കി വെച്ചാൽ മതി. ഇതാണ്
സ്ക്വയർ നമ്പേഴ്സ്, നമുക്കിവിടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ്, സ്ക്വയർ നമ്പേഴ്സ്, ട്രയാങ്കുലർ നമ്പേഴ്സ്, പിന്നെ ക്യൂബ്സ്. ഓരോന്നിൻ്റെ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യുമ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സോ ഈവൻ നമ്പേഴ്സോ അല്ലെങ്കിൽ ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റെ കൂടെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴോ ഏതൊക്കെ സീക്വൻസ് ആണ് കിട്ടണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി അത്രയാണ് ഇതിൻ്റെ അകത്തെ പോർഷനായിട്ട് വന്നത്. ബാക്കിയത്തെ പോർഷൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.